ഹായ് പെട്ടെന്ന് രാത്രി ആയപ്പോൾ ആഗ്രഹം ബട്ടർ കേക്ക് കഴിച്ചാലോ. അപ്പോൾ ഒന്നും നോക്കില്ല, വിറകടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു ഗ്ലാസ് പഞ്ചസാര, 2 മുട്ട ഇതുപോലെ വിസ്ക് വെച്ച് ഇളക്കിയതിന് ശേഷം നമ്മളിതാ തിളച്ച വെള്ളത്തിന് മേലെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഗ്യാസ് നല്ല ലോ ഫ്ലെയിമിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ആദ്യമായിട്ടൊന്ന് അടുപ്പിലുണ്ടാക്കുന്ന കേക്ക് എങ്ങനെ ഉണ്ടാകും നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം അധികം ചെയ്യേണ്ട, അപ്പോൾ വെന്ത് പോവും. ഇതുപോലെ ചെയ്ത് ഒന്നുകൂടെയാണ് ഇളക്കി കൊടുക്കുന്നുണ്ട്. സെയിം ഗ്ലാസ്സിന് 1 കപ്പ് മൈദയും അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കേട്ടോ. ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് അരിപ്പിലിട്ട് അരിച്ചെടുത്ത് ഇതുപോലെ വിസ്ക് വെച്ച് ഇളക്കി കൊടുക്കാം. വിസ്കിൽ സ്പൂൺ വെച്ചും ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ബീറ്റർ വെച്ചും ചെയ്യാം. അതുപോലെ ചെയ്തതിന് ശേഷം സെയിം ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് പാലും 100 ഗ്രാം ബട്ടറും കൂടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അന്ന് മെൽറ്റായി വരുമ്പോൾ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നുണ്ട്, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അപ്പോൾ അത് ഇറക്കി വെച്ച പാടന്നെ നമ്മളിതാ ഓവൻ സെറ്റാക്കുന്നുണ്ട്. ഒരു വട്ട റിങ്ങും വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ മിക്സിയിലേക്ക് ഇതുപോലെ ഈ ബട്ടറും പാലും കൂടി ചെയ്ത് നന്നായിട്ട് ചൂടോടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതാ ഒരു പഴയ ഒരു കേക്കിൻ്റെ ടിന്നുണ്ട്, അതിലോട്ട് നമ്മൾ ബട്ടറിൻ്റെ കുറച്ച് ബാക്കിയുള്ള ഒന്ന് സൈഡിലൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതായി ബാറ്റർ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം തട്ടി കൊടുത്തിട്ടുണ്ട്. സ്ക്യൂർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തു. ഇപ്പോൾ നമ്മൾ ചെറിയ തീയിൽ ഇതുപോലെ ഒരു പഴയ വട്ടയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മാഷാല്ലാ ഇങ്ങനെ റെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊന്ന് അടുപ്പിൽ ഇതുപോലെ ചെയ്ത് വെക്കുന്നത് നമുക്കൊന്ന് തിരിച്ചിട്ടൊക്കെ എന്തായി നോക്കാം. ഇതുപോലെ സൂപ്പറായിട്ട് വളരെ നല്ല സ്മെല്ലടിച്ചപ്പോൾ നോക്കിയത് 1/2 മണിക്കൂറേ വെച്ചുള്ളൂ കേട്ടോ. ചെറിയ തീയിൽ വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ മുട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ബട്ടർ കേക്ക് റെഡി ആയിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് അടുപ്പിൽ ഉണ്ടാക്കി നോക്കുന്നത്. നല്ല സക്സസ് ആയി വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഒന്ന് ഞങ്ങൾ കട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിത് ഇതുപോലെ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്ന അടുപ്പിൽ. അപ്പോൾ സൂപ്പറായി വന്നു. ഗ്യാസ് അടുപ്പിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അടുപ്പിലും നമ്മൾ സൂപ്പറായി ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഉള്ളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ബട്ടറിൻ്റെ സ്മെല്ലെല്ലാം കൂടെ നല്ല സൂപ്പർ സ്മെല്ലുമാണ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തപ്പോൾ നല്ല ഒരു അത്യാവശ്യം ചൂടോടെയാണ്, ക്ഷമയില്ലാത്തതുകൊണ്ട് ചൂടോടെ എടുത്ത് നോക്കിയതാണ്. ഇതുപോലെ നല്ല ആവി പറക്കുന്ന ബട്ടർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീട്ടിലും ട്രൈ ചെയ്ത് നോക്കും. ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് എന്തായാലും കിട്ടും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.